ഹലോ, അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ടിബറ്റിലെ രണ്ടാമത്തെ ദിവസം ഇവിടെ ആരംഭിക്കുകയാണ്. ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. റൂം ചെക്കൗട്ട് ചെയ്യണം. 10 മണിയാകുമ്പോഴത്തേന് ചെക്കൗട്ട് ചെയ്യണം. ഇപ്പോൾ ഏകദേശം 9:15 നമ്മൾ ഇവിടുന്ന് ഇന്ന് പോകുന്നത് കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ഏകദേശം ഒരു 30 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിട്ട് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ കോട്ടൂർ പോകുന്നു. എന്നിട്ട് അവിടെ ഏതായാലും വൈകുന്നേരം ഒരു റൂം എടുക്കുന്നു. അവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്യുന്നു. അവിടെ മുഴുവൻ കറങ്ങുന്നു. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല ഭംഗിയിൽ അവർ അറേഞ്ച് ചെയ്ത് ഇട്ടേക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മെനു. ഇതെനിക്ക് തോന്നുന്നു ബോസ്നിയ ലാംഗ്വേജാണ് തോന്നുന്നു ഇവിടെ യൂസ് ചെയ്യുന്നത്. കോഫി, നമ്മളിപ്പോൾ ഒരു കോഫി പറഞ്ഞു. പിന്നെ ബാക്കി കഴിക്കാനുള്ള എന്നാന്ന് വെച്ചാൽ നമുക്ക് നോക്കിയിട്ട് ഓർഡർ ചെയ്യാം. ഇവിടെ തടിയുടെ കുറച്ച് ഒരു സാധനം ഉണ്ടാക്കി വെച്ചതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത കാപ്പി വന്നിട്ടുണ്ട്. നല്ല കട്ടൻ കാപ്പി. കട്ടൻ കാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കയ്പുണ്ട്. അതുകൊണ്ടാണ് കട്ടൻ കാപ്പി എന്ന് പറയുന്നത്. മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. വണ്ടി കയറാൻ പോവുകയാണ്. നമ്മൾ നേരെ ഇനിയിപ്പം കോട്ടൂരിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടിനെഗ്രോയിലെ കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ കേബിൾ കാർ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ടോം അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കേബിൾ കാറിൽ കയറാം. വളരെ ഫേമസ് ആയിട്ടുള്ള കോട്ടൂരിലെ കേബിൾ കാറിലേക്കാണ് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കേബിൾ കാറിൽ കയറി എക്സ്പ്ലോർ ചെയ്യാം. ഏകദേശം 1300 മീറ്റർ ഉയരത്തിൽ ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ബിൽഡിങ്ങിലാണ് കേബിൾ കാറിൻ്റെ എൻട്രി എന്നാണ്. നമുക്ക് അകത്തേക്ക് ചെന്ന് കേബിൾ കാറിൽ കയറാം. ഇവിടെയായിട്ട് റെസ്റ്റോറൻറ്റും കാര്യങ്ങളുണ്ട്. ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. കോട്ടൂർ കേബിൾ കാറിൽ ഒരാൾക്ക് 15 യൂറോ വെച്ച് 30 യൂറോയുടെ ടിക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മളിനിയിപ്പം കേബിൾ കാറിലേക്ക് കയറാൻ പോവുകയാണ്. അതിന് മുമ്പ് നമ്മളിതിൻ്റെ ഇവിടെ വന്നിട്ട് ഒരു കോഫി ഷോപ്പിൽ വന്നിട്ട് ഒരു ലാറ്റെ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിച്ചതിന് ശേഷം നമുക്ക് മുകളിലേക്ക് കയറാം. നമ്മളങ്ങനെ കോട്ടൂർ കേബിൾ കാറിൻ്റെ പോയിട്ട് ഒരു ബ്രോഷർ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ഏകദേശം ഇവിടെയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളിവിടുന്ന് ഇത്രയും ദൂരം ഈ മലയുടെ മുകളിലേക്ക് കയറി കഴിയുമ്പോൾ അവിടെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ബാറുകളുണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, വാഹനങ്ങൾ ഓടുന്ന റോഡുകളുണ്ട്. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സൈഡ് ആണെങ്കിൽ അഡൽട്ട്സിന് 9 യൂറോയും അതുപോലെ തന്നെ റിട്ടേണും കൂടെ ഉൾപ്പെടെ 15 യൂറോ. നമുക്ക് റിട്ടേൺ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ മണ്ടയിലോട്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ 9 യൂറോ നമ്മൾ കൊടുക്കണം. അങ്ങനെ നമ്മൾ കേബിൾ കാറിലേക്ക് കയറാൻ പോവുകയാണ്. കേബിൾ കാറിൻ്റെ കൃത്യമായിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്തണേ. നമ്മൾ ശരിക്കും അതിൻ്റെ താഴേന്ന് നമ്മൾ നോക്കിയാൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുണ്ട്, ആ മലയുടെ മുകളിൽ വരെയാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഏകദേശം 4 കിലോമീറ്റർ ദൂരം. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 3 കിലോമീറ്ററും 900 മീറ്ററും കൂടെ ഉണ്ട്. അത്രയും ദൂരം വേണം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് സഞ്ചരിക്കാൻ. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ അകത്തേക്ക് കയറാൻ പോവുകയാണ്. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഒരുപാട് ഫുഡ് കോർട്ടുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് മുകളിലേക്ക് കയറാം. സ്കാൻ ചെയ്ത് അകത്തേക്ക് കയറണം. ഇങ്ങനെയാണ് നമ്മൾ കയറാൻ പോകുന്നത്. നമുക്ക് ഏതായാലും തന്നെ ഒരു കേബിൾ കാർ ഇരിക്കാം. അപ്പോൾ നമ്മളങ്ങനെ കേബിൾ കാറിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മളുടെ ഒരു തന്നെ പൊളി 10 പേർക്ക് കയറാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മൾ തന്നെയാണ് കയറുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കേബിൾ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ പൊങ്ങി പോവുകയാണ്. ഇതിൻ്റെ ദൈർഘ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 11 മിനിറ്റേ ഉള്ളൂ. 11 മിനിറ്റ് കൊണ്ട് ഒരു മുകളിൽ വരെ എത്തിക്കും കേട്ടോ. ആദ്യമായിട്ട് ലൈഫിൽ നമ്മൾ കേബിൾ കാറിൽ കയറിയിരിക്കുക. നീ ഇതിന് മുമ്പ് കയറിയിട്ടുണ്ടോ? ഇല്ല, ഞാനും ആദ്യമായിട്ട് കയറുന്നത് കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡ് അങ്ങനെയുള്ള പല യൂറോപ്യൻ കൺട്രികളിലെ പല സ്ഥലങ്ങളിലേയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ കയറാൻ പറ്റിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മുകളിലേക്ക് കയറി പോവുകയാണ്. നല്ല ഹൈറ്റിലാണ് പോകുന്നത് കേട്ടോ. താഴേക്ക് നമ്മൾ താഴത്തെ ആ ബിൽഡിങ്ങിൽ നിന്നാണ് വന്നത്. താഴേക്ക് നോക്കുമ്പോൾ എന്നാ ദൂരം ഒന്ന് നോക്കിയാൽ നല്ല ഹൈറ്റിലാണ് നമ്മൾ പൊങ്ങി പോകുന്നുണ്ട്. മലയുടെ മുകളിൽ കൂടെ ഈ കാണുന്ന ഈ മരങ്ങളുടെ എല്ലാം മുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കാലിയായിട്ട് താഴേക്ക് പോകുന്ന കേബിൾ കാറുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി മുകളിലേക്ക് നമ്മൾ കയറുമ്പോഴത്തേനും നമുക്ക് കാണാൻ സാധിക്കുന്ന ടിബറ്റ് എയർപോർട്ടും അതുപോലെ തന്നെ അതിൻ്റെ പുറകിൽ കാണുന്ന ഇന്നലെ നമ്മൾ പോയിട്ടുള്ള ടിബറ്റിലെ
ക്രൂയിസൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ഈ ഭാഗത്തേക്കൊക്കെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള വീടുകളും കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളും ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പം നമ്മൾ ശരിക്കും കയറി ഒരു മലയുടെ മുകളിലെത്തി. നല്ല ഹൈറ്റിലേക്കാണ് ഇനിയിപ്പോൾ കയറാൻ പോകുന്നത്. ഇത് കണ്ടോ, അങ്ങോട്ടേക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഈ മല ഇനിയിപ്പോൾ കുത്തനെ നമുക്ക് മുകളിലേക്ക് കയറണം. പൊളി വ്യൂ കേട്ടോ. ഇത് കണ്ടോ, അങ്ങോട്ട് നോക്കുമ്പോഴത്തേന് നല്ല സൂപ്പർ ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ ഒരു കപ്പൽ കിടപ്പുണ്ട്. അടിപൊളി വ്യൂ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഇതാണ് നമ്മൾ ശരിക്കും മോണ്ടിനീഗ്രോ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ടിബറ്റ് എന്നൊക്കെ പറഞ്ഞാൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പിക്ചറുകളിൽ ഒന്നാണ് ഈ കാണുന്നത്. കേബിൾ കാറിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന വിമാനത്താവളം, അതുപോലെ ടിബറ്റിൻ്റെ ഏരിയകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ തൂണ് പോലെ നിൽക്കുന്ന പാറകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൊത്തം കരിങ്കല്ലുകൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച. നമ്മൾ ഈ മലമുകളിലേക്ക് കയറുമ്പോഴത്തേനും താഴെ നമുക്ക് കോട്ടൂരിൻ്റെ മനോഹരമായിട്ടുള്ളൊരു ദൃശ്യം കാണാൻ സാധിക്കും. വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സാധനം കേട്ടോ. കോട്ടൂരിൻ്റെ ഈ ഒരു ദൃശ്യം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യമാണ്. അവിടെ ഒരു ക്രൂയിസും ഷിപ്പും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഷിപ്പും ചുറ്റും മലനിരയും കടലും ഒക്കെ കാണുന്ന ഈ ഒരു ദൃശ്യം എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ഉയർന്നു പൊങ്ങി നിൽക്കുന്ന മലനിരകളും ഈ മലനിരകളിലെ ഈ പാറകൾക്കൊക്കെ ഒരു പ്രത്യേകതകളുണ്ട്. പൊളിഞ്ഞിരിക്കുന്ന പാറകളാണ്. ഏത് നിമിഷവും താഴേക്ക് പോകുന്ന തരത്തിലുള്ള എവിടെ നിന്നൊക്കെയോ ഉരുണ്ട് വന്നിട്ടുള്ള പാറകൾ പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളങ്ങനെ ഉയർന്ന കേബിൾ കാറിൽ നമ്മൾ മലയുടെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 11 മിനിറ്റ് കൊണ്ട് നമ്മൾ സഞ്ചരിക്കുന്നത് 4 കിലോമീറ്റർ ദൂരത്തിലാണ്. 49 ഗോണ്ടലകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു ഗോണ്ടലയിൽ 10 പേരാണ് മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഒരു മണിക്കൂറിൽ ഏകദേശം 1500 പേരെ വരെ ഉൾക്കൊള്ളാൻ സാധിക്കും. അത്രയും സഞ്ചാരികൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന തരത്തിലാണ് ഇവിടെ ഗോണ്ടലകൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ മലയുടെ മുകളിലെത്തി. ഈ മലയുടെ മുകളിലേക്ക് കയറുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ടുള്ള കോട്ടൂരിൻ്റെയും അതുപോലെ തന്നെ ടിബറ്റിൻ്റെയും ഒക്കെ ആയിട്ടുള്ള മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. കടലിൻ്റെ മനോഹര ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. വളരെ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ മലയുടെ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കിവിടെ ഇപ്പോൾ ഇറങ്ങണം. ഇപ്പോൾ ഇറങ്ങി ഇത് കണ്ട സഞ്ചാരികളൊക്കെ നിൽക്കുന്ന ഇത് ശരിക്കും പാർക്ക് പോലെ ഒരു സെറ്റ് ചെയ്ത് കേട്ടോ. 11, 12 സംവിധാനങ്ങളൊക്കെ ഉണ്ട്. വന്നപ്പോഴത്തേന് നല്ലൊരു കുരുക്കം. ഇപ്പോൾ ഇത് തുറക്കും. ഇത്രയും നേരം അത്യാവശ്യം നല്ല സ്പീഡിലാണ് വന്നത്. ഇപ്പം സ്പീഡ് കുറഞ്ഞു. അത് നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. കൊള്ളാം കേട്ടോ. ഇതാണ് കേബിൾ കാറിൻ്റെ സംവിധാനം. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടോട്ട് വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചാനിക്ക സ്റ്റേഷൻ എന്നതിൻ്റെ പേര് കേട്ടോ. 1348 മീറ്റർ ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതതിൻ്റെ ഒരു മാപ്പും കാര്യങ്ങളുമാണ്. ഇവിടെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്, ബാറുകളുണ്ട്, റെസ്റ്റോറൻറ്റുകളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് പോയി ഓരോന്നോരോന്ന് നോക്കാം. കാണുന്നൊരു ഫോട്ടോ പോയിൻ്റ് ആട്ടോ. നമുക്ക് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ സാധിക്കും. താഴെ ടിബറ്റിൻ്റെയും കോട്ടൂരിൻ്റെ ഒക്കെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെയായിട്ട് ഈ റെസ്റ്റോറൻറ്റിൻ്റെ നമുക്ക് പുറത്തേക്ക് ഇറക്കിയിട്ടേക്കും ചെയറുണ്ട്. ഇത് നല്ലൊരു സെറ്റപ്പ് സംവിധാനം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ കേബിൾ കാർ സ്റ്റേഷൻ്റെ ഈ ഒരു വ്യൂവിൽ നിന്ന് ഫോട്ടോ പോയിന്റിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ദൂരെയായിട്ട് താഴെ ഹെയർപിൻ വളവുകളും നിരവധി വാഹനങ്ങൾ മൂവ് ചെയ്യുന്നതുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കോട്ടൂരിൻ്റെ ദൃശ്യങ്ങൾ, മലമുകൾ, അതുപോലെ തന്നെ കേബിൾ കാറുകൾ കേബിളിലൂടെ നിരങ്ങി നീങ്ങുന്ന കാഴ്ചയും മനോഹരമാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേന് ഈ കേബിൾ കാർ സ്റ്റേഷൻ്റെയും അതുപോലെ തന്നെ ഇവിടെ നിരന്ന് നിൽക്കുന്ന ടൂറിസ്റ്റുകളുടെയും കാഴ്ച കാണാൻ സാധിക്കും. നല്ല മനോഹരമായി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സംവിധാനം. നമ്മളിതിൻ്റെ ഒരു വശത്തേക്ക് വരുമ്പോഴത്തേനും നമുക്കിവിടെ ഒരു ദൂരദർശിനി ബൈനോക്കുലറിലാണ്. പൈസ ഇടണം. €1 ഇട്ടാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. €1 ഇട്ടാൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എന്തെങ്കിലും കാണിക്കുമായിരുന്നു €1 ഇടായിരുന്നു. അപ്പം നമ്മളങ്ങനെ ഇതിനകത്ത് ഇതേ €1 ഇടാൻ പോവുകയാണ്. €1 ഇട്ട് അതിനകത്ത് എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ. €1 ഇതിനകത്ത് ഇട്ട് 90 സെക്കൻഡ്സ് നമുക്ക് ഇതിനകത്തൂടെ കാണാൻ പറ്റും. നമ്മൾ കണ്ണ് വെച്ച് നോക്കുമ്പോഴത്തേനും നന്നായിട്ട് കാണാം കേട്ടോ. അങ്ങ് എയർപോർട്ടിനകത്ത് ഫ്ലൈറ്റ് കിടക്കുന്ന കാഴ്ച കാണാം, അങ്ങ് ദൂരെയായിട്ട്. അത് ഏത് ഫ്ലൈറ്റാന്ന് വരെ കാണാൻ സാധിക്കും. ഇവിടെ ഊഞ്ഞാലുണ്ട് കേട്ടോ. അവരെ ഊഞ്ഞാലിരുന്ന് നമുക്ക് ആടാം. താഴേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ബൊക്ക, കോട്ടൂർ, അതുവരെ
ബുഡ്വ എന്ന് പറഞ്ഞ സ്ഥലങ്ങളാണ്. അപ്പോൾ നല്ല ഗംഭീരമായിട്ടുള്ള സ്ഥലമാണ്. നിങ്ങൾ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലങ്ങളാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് ഇതിൻ്റെ പുറഭാഗത്തേക്ക് നടന്നു വരുമ്പോഴത്തേന് ഒരുപാട് അഡ്വഞ്ചർ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഈ താഴെയായിട്ടുമുണ്ട്, അതുപോലെ റോളർ കോസ്റ്റർ ഉണ്ട്, അതിൽ നമ്മൾ കയറാൻ പോകും. ഇവിടെയായിട്ട് ഷോപ്പുകളുണ്ട്. ഇത് എൻട്രൻസ് കാര്യങ്ങളൊക്കെ വരുന്ന ടിക്കറ്റിങ്ങും അവിടെയായിട്ട് ഈ ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞിട്ട് സംവിധാനമുണ്ട്. നമുക്ക് വണ്ടി ബുക്ക് ചെയ്താൽ ഒരു വണ്ടിയിൽ നമുക്ക് ഹൈക്കിങ് പോലെ ഇങ്ങനെ ഈ മൗണ്ടെയ്ൻസ് കയറും. അത് തന്നെ അല്ലാതെ നമുക്ക് നടന്ന് വേണേലും പോകാം കേട്ടോ. അതിൻ്റെ മണ്ടയിൽ ഇത് കണ്ടോ, അങ്ങേറ്റ അവിടെയായിട്ട് ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, വേണേൽ നമുക്ക് പോകാം. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ടൂറിസം സ്ഥലങ്ങളെയൊക്കെ ഇവർ മനോഹരമായിട്ട് വെച്ചേക്കുന്നതാണ്. ഇത് കണ്ടോ, നമുക്ക് ഇവിടെ നിന്ന് കോഫി കുടിക്കാനും ഒക്കെയുള്ള ബെഞ്ചുകൾ, ഇതിൻ്റെ തറ ഇതുപോലെ ഗ്രാവൽ ഇട്ടേക്കുന്നു. ഇവിടെയായിട്ട് മനോഹരമായിട്ട് ടൈലൊക്കെ വിരിച്ചേക്കുന്നു. പുതിയ പുതിയ ബിൽഡിങ്ങുകളൊക്കെ മനോഹരമായിട്ട് പണിയുന്നു. ആ ബിൽഡിങ്ങിൽ പറഞ്ഞാൽ ടൂറിസ്റ്റുകൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇതുവരെ ഗ്രില്ലൊക്കെ വെച്ച് അവരത് മറച്ചേക്കുന്നു സേഫായിട്ട്. ഇതുണ്ട് ഇതിൻ്റെ സൈഡിലെ ഈ കല്ലുകളുടെയൊക്കെ ഒരു ഭംഗിയൊക്കെ ഉണ്ടോ, നല്ല അടുക്കി കെട്ടി നല്ല സൂപ്പർ കല്ലുകൾ കണ്ടോ. അതുപോലെ തന്നെ ഈ ടൈലൊക്കെ നിലത്തൊക്കെ പാകിയിരിക്കുന്ന ഈ കല്ലുകൾ, ടൈലുകൾ ഒക്കെ നല്ല ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തു. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് ഇതിപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെയാണെങ്കിലും ഈ ഗാർഡനിങ് കാര്യങ്ങളും ഒക്കെ മനോഹരമായിട്ട് ഇവർ ചെയ്യുന്നു. റോളർ കോസ്റ്ററിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് റോളർ കോസ്റ്ററിൻ്റെ ടിക്കറ്റ് എത്രയാവും നോക്കാം. ഇവിടെയാണ് ടിക്കറ്റിങ്. അപ്പോൾ നമ്മളങ്ങനെ 16 യൂറോ കൊടുത്ത് 2 റോളർ കോസ്റ്ററിൻ്റെ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ എന്നാലും മഴ പെയ്താലും നമ്മളിത് കയറും എന്നുള്ള നമ്മൾ നിശ്ചയദാർഢ്യമാണ്. നമുക്ക് ഏതായാലും അങ്ങോട്ട് പോയിട്ട് റോളർ കോസ്റ്റർ കയറാം. അങ്ങനെ റോളർ കോസ്റ്ററിൽ കയറാൻ പോവുകയാണ്. നമ്മളങ്ങനെ റോളർ കോസ്റ്ററിൽ കയറിയിരിക്കുകയാണ്. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. അതുകൊണ്ടോ നല്ല ഭംഗിയാണ് ഇതിൽ പോകാൻ വേണ്ടി. ബ്രേക്ക് സിസ്റ്റം ഉണ്ട്. നമ്മൾ ഇതിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ സൈഡ് വഴിയെല്ലാം നമുക്ക് ഒരുപാട് പാറകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും.